നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും അതേപോലെ അദ്ദേഹത്തിന്റെ കേസും കള്ളക്കേസാണെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ക്രൈമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ശരിയല്ല എന്ന് പറഞ്ഞതും ക്രൈമാണ്. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പബ്ലിക് സർവന്റ് എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എല്ലാവർക്കും മാതൃകയാകേണ്ട ആളാണ്. എന്നാൽ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായിട്ട് ചെയ്യുന്നതൊന്നും ശരിയല്ല. എന്നാൽ മറുഭാഗത്ത് നിയമപരമായിട്ട് അദ്ദേഹം ചെയ്തത് ഒട്ടും തെറ്റായിട്ട് കാര്യവുമില്ല. നിയമപരം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു റേപ്പ് അല്ല നടത്തിയിട്ടുള്ളത്. പരസ്പര സമ്മതത്തോടെ വിവാഹിതയായ ഒരു സ്ത്രീയുമായി അവർ എടുത്തു കൊടുത്ത റൂമിൽ വെച്ച് അവരുമായി സെക്ഷലി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അതിലുണ്ടായിട്ടുള്ള പിന്നീടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് എല്ലാം തന്നെ. അതായത് അവിടെ വെച്ച് പരസ്പര സമ്മതത്തോടെ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് അവർ റൂം എടുത്തു കൊടുത്തു. അവർ റൂം എടുത്തു കൊടുത്ത ശേഷം പിന്നീട് എന്തായി, അവിടെ വെച്ചിട്ട് ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നു. അതിൽ പറയുന്ന ഇവരുടെ പരാതി പ്രകാരം ഇവരെ കണ്ടപാട് കയറി പിടിക്കുന്നു. അതായത് അവരെടുത്ത റൂമിൽ, തിരുവല്ലയിലെ ആ റൂമിൽ 2024 ഏപ്രിൽ മാസത്തിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. അഡ്വക്കേറ്റ് പറഞ്ഞ 2024 ജനുവരി മാസം എന്നാണ്. അങ്ങനെ വെച്ചാൽ 2 വർഷമായി. ഈ 2 വർഷം മുമ്പ് ഈ ലേഡി ആ ഹോട്ടലിൽ വെച്ച് അവര് റൂം എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ട് സെക്ഷലി ബന്ധപ്പെടുന്നു. ആ പരാതി അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് പരാതി പറയുന്നു. അത് അവര് രാഹുൽ മാങ്കൂട്ടം വന്നപാടെ കയറി പിടിച്ചു, ബലാത്സംഗം ചെയ്തു, അവരുടെ ശരീരം മുഴുവൻ കീറി മുറിച്ചു, അതേപോലെ ബ്രൂട്ടൽ റേപ്പ് ആയിരുന്നു. അതോടൊപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ സാധാരണ എല്ലാവരും പ്രണയത്തിൽപ്പെട്ട് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആള് വേറെ ആളുമായി ബന്ധമാണെന്ന് പറയുമ്പോൾ പറയുന്ന സ്ഥിരം വാചകമാണ്. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് നാഗരത്നയുടെ ബെഞ്ചിലെ ജഡ്ജ്മെന്റ് വളരെ സുപ്രധാനമാണ്. അത് ക്രൈമാണ് പുറത്തുവിട്ടത്. അതിൽ പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി സ്ഥിരമായിട്ട് പിണറായി വിജയൻ, പി ശശി ഒരു അഡ്വക്കേറ്റിനോട് 3 പരാതികൾ എഴുതിച്ചപ്പോൾ ഒരേപോലെ സ്റ്റൈൽ എഴുതിക്കൊണ്ടതാണ്. പി ശശിയാണ് ഇതിന്റെ പിന്നിൽ പരാതി എഴുതിപ്പിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടിട്ട്. അതായത് ഈ സ്ത്രീകൾക്കൊക്കെ തന്നെ പി ശശിയാണ് മാർഗദർശി. പി ശശി എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? CPM MLA മോളെ കയറി പിടിച്ച ആളാണ്. VK നായർ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് പല പോലീസ് ഓഫീസർമാരായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ വീഡിയോ ആണ് എന്റെ കൈവശം ഉണ്ടായിരുന്നത്, പോലീസ് എടുത്തുകൊണ്ടായത്. അങ്ങനെ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന പി ശശി. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ആ പി ശശിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പി ശശി ഇതിനകത്ത് നടത്തിയിട്ടുള്ള കൊടുത്തിട്ടുള്ള പരാതി എന്താണ്, ഉണ്ടാക്കുന്ന പരാതി എന്താണ്? ഒരേ സ്റ്റൈലിൽ, ഒരേ മാതൃകയിൽ ഒരാള് എഴുതി ഉണ്ടാക്കുന്ന പരാതി ഒരേപോലെ അല്ലാതിരിക്കോ? അതില് രാഹുൽ മാങ്കൂട്ടം എന്താണ്? രാഹുൽ മാങ്കൂട്ടം സ്ഥിരമായിട്ട് ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞു, അതാണ് ആദ്യത്തെ. വിവാഹം കഴിക്കാന്ന് പറഞ്ഞു, പിന്നെ ബ്രൂട്ടൽ റേപ്പാണ്. ഇത് രണ്ടും നടത്തിയിട്ട് ബ്രൂട്ടൽ റേപ്പ്, പിന്നെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു. ഇത് സ്ഥിരം പരിപാടിയാണ്. അതായത് ഒരാൾ എഴുതുന്ന ഒരേ സ്റ്റൈലുള്ള നാടകം, തിരക്കഥ സംവിധാനം എല്ലാം തന്നെ പിണറായി ആൻഡ് നമ്മുടെ പി ശശിയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഈ പരാതി ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആ സ്ത്രീനെ അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ എഴുതിയിട്ടുണ്ടാവുന്ന ഈ അതിജീവിത, അതിൽ പറയുന്ന ബ്രൂട്ടൽ റേപ്പ് നടന്നു എന്നാണ്. അപ്പൊ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായുള്ള 2 വർഷത്തിന് ശേഷം ഉണ്ടായുള്ള പരാതി, അതായത് ആ സമയത്ത് അവർക്ക് ഒരു പരാതിയില്ല. അതിന് ശേഷം നിരന്തരമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടയെ ബന്ധപ്പെടുന്നുണ്ട്. ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാം, ഷൂ മേടിച്ചു കൊടുത്തു, ഡ്രസ്സ് മേടിച്ചു കൊടുത്തു, അണ്ടർവെയർ മേടിച്ചു കൊടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടത് നോക്കി മോനെ തേനെ പാലേ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം നടന്നു. ബ്രൂട്ടൽ റേപ്പ് ഉള്ള ഒരാള് അതിനുശേഷം അത് ആസ്വദിച്ചത് കൊണ്ടാണോ പിന്നീട് ഇതൊക്കെ മേടിച്ചു കൊടുത്തത്? റൂമിലേക്ക് വിളിച്ചു വരുത്തി ആരെങ്കിലും റേപ്പ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് പറയാമോ? അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എത്രമാത്രം ആ കേസിന്, ആ പരാതിക്ക് ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ളത് ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അത് ക്രൈം, അത് പൊളിച്ചു, പിന്നെ എല്ലാവരും അത് ഏറ്റെടുത്തു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ക്രൈം ഏറ്റെടുത്തത് ഒരു സ്ത്രീ ജെന്യൂനായിട്ട് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീയുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുക, യാതൊരു സംശയം വേണ്ട. കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയുടെ മകൾ അനഘയ്ക്കും വേണ്ടി പോരാട്ടം നടത്തിയുള്ള ആളാണ് ഞാൻ. CBI ഓഫീസർ SP നന്ദകുമാർ നായർ എന്ന് പറയുന്ന പരമതട്ടി അച്ഛമോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കിയപ്പം അത് പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാനാണ് കോടതിയിൽ ഫൈറ്റ് ചെയ്ത. അവസാനം ഈ SP മഹാകള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും കൃത്യമായി ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഇനി അന്വേഷിക്കുകയും വേണ്ട എന്നാണ് ഷെയിം ടു CBI എന്താണ് വിധി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഫൈറ്റ് ചെയ്ത ഒരാൾ എന്ന രൂപത്തിൽ ഒരു പെൺകുട്ടി, നിരപരാധിയായ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ ഒരു വിവാഹിതയായ സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ലൈംഗിക ബന്ധത്തിന് പോയി എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടമാണോ കുറ്റക്കാരൻ? ആ സ്ത്രീയല്ലേ? ആ സ്ത്രീയാണ് അതിന് കുറ്റക്കാരൻ. അപ്പൊ നിർബന്ധമായിട്ടും
ആ സ്ത്രീ ഒന്നാം പ്രതിയായി വരേണ്ടതാണ്. ഓക്കെ, അതും ആവട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതി, ഒരു MLA എന്ന നിയമം നിർമ്മിക്കുന്ന സഭയിലെ ഒരു MLA ആണ്. ആ MLAക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അർദ്ധരാത്രിയുടെ മറവിൽ ഒളിച്ചും പതുങ്ങി നിന്നിട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം നേരത്തെ 2 കേസുകളിൽ ജാമ്യം ഇറങ്ങിയ ആളാണ്. കൃത്യമായി DYSP ഓഫീസിൽ ഒപ്പിടാൻ വരുന്ന ആളാണ്. അവിടെ വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പൂങ്കുഴലിക്ക് കഴിയില്ലേ? IPSന് കഴിയില്ലേ? അതൊന്നല്ല, പിണറായി വിജയൻ രാത്രി അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പിന്നെ നിയമമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, എന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയല്ലേ, നമ്മുടെ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത എങ്ങനെയല്ലേ, അവസാനം എന്തായി, ലിബിയലായി മടങ്ങേണ്ടി വന്നു. കാരണം കോടതി കൊണ്ടുപോയിട്ട് മടക്കേണ്ടി. ഇവിടെ അതിനുള്ള സാധ്യത ഒന്നുമില്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നേരെ AR ക്യാമ്പിൽ കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയത്. അതൊക്കെ നിയമലംഘനമാണ്. ആദ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? അദ്ദേഹത്തിന് ഗ്രൗണ്ടുകളെല്ലാം രേഖപ്പെടുത്തി അറസ്റ്റ് മെമ്മോ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിച്ച് അതിന്മേൽ സാക്ഷി ഒപ്പിടണം. പ്ലസ് അദ്ദേഹത്തിന് അഡ്വക്കേറ്റിനെ വിളിച്ച് പറയാനുള്ളത് കൊടുക്കണം. ആ കസ്റ്റഡി എന്നുള്ള സാധനമില്ല. എപ്പോഴാണോ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് അപ്പോൾ മുതൽ അറസ്റ്റ് ആണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സുപ്രധാന വിധിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ. ആ വിധി പ്രകാരം പോലീസ് പാലക്കാട് KPM ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ആ അറസ്റ്റ് നടത്തിയത് ഇല്ലീഗലാണ്. ആ പോലീസ് ഓഫീസർമാരെല്ലാം തന്നെ എന്തായി തീരും? സസ്പെൻഷനിലാകും. നാളെ രാഹുൽ മാങ്കൂട്ടം പോരാട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സസ്പെൻഷനിലാകും. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, ഒരു DGP, മുൻ DGP, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന DGP ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് സെൻകുമാർ. BJPയിൽ ചേർന്ന് അദ്ദേഹം ഒന്നുമല്ലാതായെങ്കിലും അദ്ദേഹം ഒരു അന്നും ഇന്നും ഞാൻ ബഹുമാനിക്കുന്ന ഒരു പോലീസ് DGP ആണ്. അദ്ദേഹം എല്ലാ കാലത്തും സത്യസന്ധതയുടെ ഭാഗത്ത് മാത്രമാണ്. എന്റെ കേസിൽ പോലും അദ്ദേഹം ഞാൻ അറിയാതെ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം എന്നെ പറ്റി കൃത്യമായി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ലാവ്ലിംഗ് കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്നതിന് പേരിലാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി, അല്ല എന്റെ ഓഫീസ് കത്തിച്ചതെന്നും എന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്നൊക്കെ പറഞ്ഞുള്ള എല്ലാ കാര്യം അദ്ദേഹത്തിന് അറിയാം. എന്റെ ഓഫീസ് കത്തിച്ചത് ആരാണ്? നമ്മുടെ റിയാസ് മോനാണ്. റിയാസിന്റെ ആരാണ്? ഇപ്പോഴത്തെ പിണറായിന്റെ മരുമകൻ. ആ മരുമകൻ എന്റെ ഓഫീസ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി സെൻകുമാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരസിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വളരെ സുപ്രധാനമായ പോസ്റ്റാണ്. ആ പോസ്റ്റ് പ്രകാരം പിണറായി വിജയൻ എന്താവും ചെയ്തതെല്ലാം പിഴച്ചുപോയി. 3ാമത്തെ അറസ്റ്റും പൊളിഞ്ഞ് പാളീസായി പോയി. അതായത് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ പോയിട്ട് അവസാനം പിണറായി തന്നെ കുടുങ്ങി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം, അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. അദ്ദേഹം ഇന്നലെ ഇട്ട പോസ്റ്റാണ്. അദ്ദേഹം ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെ പേര് തന്നെ കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും എന്നാണ്. ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ്. പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയേണ്ടേ? ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്ന് ഇമെയിൽ വഴി ആയി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് BNL SS വകുപ്പ് 171(2) ലഭിച്ചിട്ടുണ്ടോ? അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 3ാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഈ നിമിഷം വന്നിട്ടില്ല. റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്നു ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ? ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഇവർ അറസ്റ്റ് ചെയ്തതിനു ശേഷം, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം പ്രൊസീഡിയർ നിർക്കണം. അങ്ങനെ പ്രൊസീഡിയർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നടത്തിയിട്ടില്ല. വളരെ ക്ലിയർ ആണ്. തിരുവല്ല പോലീസ് കൃത്യമായി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. SIT അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. അതായത് FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പരാതി കിട്ടി, അത് മെയിൽ വഴി കിട്ടിക്കഴിഞ്ഞാൽ അവരോട് വരാൻ വേണ്ടി പറയണം. എന്റെ കാര്യത്തിൽ സിന്ധു ജോയ് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല. സിന്ധു ജോയ് ലണ്ടനിൽ നിന്ന് ഒരു മെയിൽ അയക്കുന്നു, എന്നെ അപ്പം തന്നെ FIR ഇടുന്നു, എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അത് ഇല്ലീഗൽ ആണെന്നുള്ള കാര്യമാണ് സെൻകുമാർ ഇപ്പോൾ പറയുന്നത്. എനിക്കും പുതിയ അറിവാണ്. എന്തായാലും സെൻകുമാറിന് പ്രത്യേകം നന്ദി പറയാണ്. സിന്ധു ജോയ്, എന്തായാലും ഞാൻ 1 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്, എനിക്ക് നഷ്ടപരിഹാര തുക എടുത്തു വെച്ചോളൂ. എനിക്കെതിരെ കേസ് കൊടുത്തത് കള്ളക്കേസാണ് കൊടുത്തതെന്നുള്ള എല്ലാ തെളിവുകളും ഞാൻ കോടതിയിലും സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ഉടനെ കേസ് ഫയൽ ചെയ്യും. സെൻകുമാർ നൽകിയ ഈ വിവരം വളരെ സുപ്രധാനമാണ്. സിന്ധു ജോയിയെ വിളിച്ചു വരുത്താതെ അവരൊന്നും ഒപ്പിടാതെ എനിക്കെതിരെ കേസ് എടുത്തത്. കാരണം സിന്ധു ജോയ് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആദ്യത്തെ കേസിലും 2ാമത്തെ കേസിലും എനിക്കെതിരെ FIR ഇട്ടത് സിന്ധു ജോയ് ഇവിടെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാതെയാണ്. വളരെ സുപ്രധാനമായ തെളിവാണ്. എല്ലാവരും വിദേശത്ത് നിന്ന് പരാതി അയച്ച് കേസ് എടുക്കുന്ന പോലീസ് ശ്രദ്ധിക്കുക, നിങ്ങൾ നാളെ സസ്പെൻഷനിലാകും. കള്ളക്കേസ് എടുത്താൽ ഞാൻ വെറുതെ വിടില്ല എന്റെ കേസിലൊന്നും. അതുപോലെ രാഹുൽ മാങ്കൂട്ടമാണ് മറുഭാഗത്ത്. അദ്ദേഹം ഇറങ്ങി വരുന്ന ഒരു വരവായിരിക്കും. അദ്ദേഹം കേസ് കൊടുത്താൽ ഈ പോലീസ് ഓഫീസർമാരെ തൊപ്പി കാണില്ല എന്നുള്ളത് സെൻകുമാറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നൽകിയാൽ മാത്രമേ അല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഇനി പോട്ടെ, നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ BNSS വകുപ്പ് 184(1) പ്രകാരം കേസ് എടുത്ത് തീയതി മുതൽ
24 മണിക്കൂറിന് അതിജീവിതയായ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞു കേസ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസിൽ പരാതിക്കാരിയുടെ മെഡിക്കൽ ടെസ്റ്റ് എടുക്കണം. ഒന്നുകൂടി വായിക്കാം. ഇനി പോട്ടെ, നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ BNSS വകുപ്പ് 154(1) പ്രകാരം കേസ് എടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ? ഇല്ല, ഉറപ്പ്. ഞാൻ അത് പോലീസ് ഓഫീസർമാർ സംസാരിച്ചിരുന്നു. അങ്ങനെ സംഭവം നടത്തിയില്ല. അതില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത്, പോട്ടെ, അങ്ങനെ വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക? അങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക? എങ്ങനെയാണ് 157(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പരാതിക്കാരി നടത്തുന്ന പരിദേവനം ക്രിമിനൽ നടപടിയാവുക? ഈ ക്രിമിനൽ നടപടി പ്രകാരങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും, അത് പോലീസ് അറിയുക. എന്തൊരു ബ്യൂട്ടിഫുൾ ആയി കുറഞ്ഞ വരികളിൽ ഈ മുൻ DGP പിണറായി വിജയൻ അടിച്ച് നടപ്പാക്കിയിരിക്കുന്നു. പിണറായി വിജയൻ അവിടെ ഇരുന്നിട്ട് തെട്ടൂർ ഇറക്കി കഴിഞ്ഞാൽ പോയി പിടിച്ചുകൊണ്ടുവരാൻ പോകുന്ന ഭൃത്യന്മാരല്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അത് നിയമം അറിയണം. സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയി വിധി അറിഞ്ഞതുകൊണ്ടാണ് എന്റെ വീട്ടിൽ വന്നപ്പോൾ അർണേഷ് കുമാർ പേഴ്സ് ബീഹാർ ഗവൺമെന്റ് ജഡ്ജ്മെന്റ് മുന്നിൽ വെച്ചുകൊണ്ട് രാത്രി 12 മണിക്ക് എന്റെ വീട്ടിൽ വന്ന പോലീസിൽ 5 പേർ, തിരുവനന്തപുരം സൈബർ പോലീസിലെ 5 പേർ ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു കേസിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ, സിന്ധു ജോയുടെ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഇരിക്കെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ആദ്യം നിയമപ്രകാരം BNSS നോട്ടീസ് ഞാൻ പറയുന്ന സമയത്ത് വരും, അല്ലാതെ നിങ്ങൾ പ്രകാരം വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയല്ല, അതിൽ മുഖ്യമന്ത്രിയുടെ അപ്പുറത്തെ ആളെ വന്നാലും ഞാൻ അനുസരിക്കില്ല. സുപ്രീം കോടതിയുടെ വിധിയാണ് അനുസരിക്കുക. നിങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥനാകണം. DGP അല്ല, നിങ്ങളുടെ മുകളിലത്തെ ഓഫീസർമാർ വന്നാൽ പറഞ്ഞാൽ പോലും നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അവരോട് പറയുകയും അവർക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. അതിന്റെ ഇടയിൽ അന്ന് VD സതീശൻ ഇടപെട്ട് DGPയോട് വാണിംഗ് കൊടുത്തു. DGP വാണിംഗ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു നിയമം അനുസരിക്കേണ്ടി വരുന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും മിനിമം എന്താണ്? അദ്ദേഹം ഒരു MLA ആണ്. നിയമപ്രകാരം നീങ്ങേണ്ട നടപടിക്രമങ്ങളാണ് വേണ്ടത്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞും ഒളിവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വാതിൽ മുട്ടി തുറന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ മിനിമം ഈ സാധനം വേണമായിരുന്നു. ഏത് സാധനം? അറസ്റ്റ് മെമ്മോയിൽ ഗ്രൗണ്ട് അടക്കം എന്ത് കേസാണ് എല്ലാ ഡീറ്റെയിലും കൊടുത്ത് ആ ഡീറ്റെയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തണം. ഈ ഇന്ന കേസിൽ ഇന്നത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒപ്പിടയ്ക്കണം, എന്നിട്ട് അതിനെ അഡ്വക്കേറ്റിനെ വിളിക്കാൻ സഹായം ചെയ്യണം, എന്നിട്ട് അവർ സാക്ഷി ഒപ്പിടണം. ഇതൊന്നും ഇല്ലാതെയാണെന്നുള്ളത് CCTV ദൃശ്യങ്ങൾ നോക്കി നോക്കൂ. കണ്ടല്ലോ. പിണറായി ഒരു കേസൊക്കെ താങ്കൾ ഇരിക്കുമ്പോൾ പിടിക്കാൻ പോകുമ്പോൾ സാമാന്യ മര്യാദ കാണിക്കണം. എന്നെപ്പോലുള്ള ഒരാളെ ജയിൽ അടച്ചാലും ഞങ്ങൾ ജയിൽ ഭിത്തികൾ തുറന്ന് ഞങ്ങൾ പുറത്തു വരും. മനസ്സിലായോ? തുറന്നു വന്നാൽ തിരിച്ച് താങ്കൾക്കെതിരെ നടത്തുന്ന ഫൈറ്റുകൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. താങ്കൾ എന്റെ കേസിലെല്ലാം 1-ാം പ്രതിയായിരിക്കും. കാരണം താങ്കൾ എന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പേരിൽ എല്ലാ കേസും എടുത്തതെന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഞാൻ അത് പ്രകാരം താങ്കൾക്ക് ആദ്യം നോട്ടീസ് അയക്കുന്നുണ്ട്. താങ്കളാണ് ഇത് ചെയ്യിച്ചത്, ആഭ്യന്തരമന്ത്രിയാണ്. താങ്കൾ എല്ലാ കേസിലും, കണ്ടംപ്റ്റ് കേസിലും എന്റെ കേസിലെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ പ്രതിയായിരിക്കും. പിന്നെ കൺസേൺഡ് ഒരു മന്ത്രിയും കൂടിയുണ്ട്, വീണ ജോർജ്. വീണ ജോർജിന്റെ കേസിൽ ഹൈക്കോടതി കേസ് എടുക്കാതെ മാറ്റിവെക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ കരയാണ്. കാരണം അതിനകത്ത് യാതൊരു തെളിവുമില്ല. എന്നെ 7 ദിവസം ജയിലിലിട്ട കേസിൽ ഒരു തെളിവുമില്ലാന്ന് കോടതി മുമ്പാകെ പറയുമ്പോൾ കോടതി പോലും നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു കേസിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്രോസിക്യൂഷൻ കാല് പിടിക്കുകയാണ്, എങ്ങനെയൊന്ന് മാറ്റി തരും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്ഥിതി. അപ്പൊ എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കേസുകളെല്ലാം തിരിച്ചു വരും. രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് നിയമവിരുദ്ധമായി ചെയ്തു വെച്ചിട്ടുണ്ട്. 3-ാമത്തെ കേസും പൊട്ടിപ്പൊളിയുകയാണ്. പിണറായി വിജയൻ ഈ കേസ് വെച്ച് തന്ത്രങ്ങൾ ഉപയോഗിച്ച് UDF-നെ തകർക്കാം എന്നുള്ള പരിപാടിയെ നടത്തിയത്. പക്ഷെ UDF-നാണ് ഏറ്റവും ഗുണം ചെയ്തത്. കാരണം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കും എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടെ മത്സരിക്കുകയാണെങ്കിൽ UDF-ന് വലിയ ദോഷം ചെയ്യുമായിരുന്നു. ആ കോൺഗ്രസിനെ പേടിച്ചിരുന്ന കാര്യത്തെ ഇല്ലാതാക്കി കൊടുക്കാനല്ലാതെ ഈ കേസ് കൊണ്ട് എന്ത് നേട്ടമാണ് പിണറായി വിജയൻ നടത്തിയുള്ളത്? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും പിന്തുണ നടത്തുന്നത്? അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് അപ്പുറത്ത് ആ ലേഡിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ചെയ്ത ആ നടപടി ശരിയാണോ? ഒരു സ്ത്രീ തെറ്റ് ചെയ്യുന്നു, ഈ ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടം നിയമപരമായിട്ടാണ് തെറ്റ് ചെയ്തത്. ആ സ്ത്രീ നിയമപരമായിട്ട് അല്ലാതെ തെറ്റ് ചെയ്തു. അതാണ് സത്യം. നന്ദി, നമസ്കാരം.